നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് മീൻ പൊള്ളിക്കുന്നതാണ്. അപ്പം നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് മഞ്ഞളിലയിലും ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. പിന്നെ പച്ചക്കുരുമുളക് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സിലാപ്പിയ മീനാണ്, സിലോപ്പി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിതിന് വേണ്ടത് ആദ്യമായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി ഒരു അത്യാവശ്യം ഒരു 1.5 ഇഞ്ചുള്ള ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി ഒരു ഗ്രൈൻഡറിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 വറ്റൽമുളക് വേണം. വറ്റൽമുളകിനൊരു പ്രത്യേക സ്മെല്ലായിരിക്കും വറുത്തെടുക്കുമ്പോൾ. പിന്നെ വേണ്ടത് പച്ചക്കുരുമുളകാണ്. പച്ചക്കുരുമുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി തന്നെ എടുക്കാം. എൻ്റെ കയ്യിലിതിപ്പോൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെ എടുത്തു. പിന്നെ ഒരു നാരങ്ങയുടെ നീര് വേണം, അതായത് 1 ടേബിൾ സ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അത് 1/2 ടീസ്പൂൺ മാത്രം മതി, കൂടാൻ പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് പോലെ അരച്ചെടുത്തതിൽ പകുതി മാത്രമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ബാക്കി പകുതി നമ്മൾ ആ വഴറ്റിയെടുക്കുന്ന കൂട്ടിലേക്ക് നമുക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ പകുതി മാത്രം ഇതിലേക്ക് എടുക്കുക, ബാക്കി മാറ്റി വയ്ക്കുക. ഇനിയും ഈ കൂട്ടിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ഇല്ലാത്തവർ വെളിച്ചെണ്ണ ആയാലും മതി. ഇത് നന്നായി മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിനെടുക്കാം. നല്ല കുറച്ചൊരു മാംസമുള്ള മീനാണെങ്കിൽ നല്ലതാണ്. ചാളയോ അയിലയോ എന്താണേലും കുഴപ്പമില്ല. ഇപ്പം എനിക്ക് ഈ മീൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിത് എടുത്തു. ഇപ്പം നമ്മളൊരുവിധം എല്ലായിടത്തും അത് നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നമ്മൾ വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ, ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി മീനും വെച്ച് കൊടുക്കാം. ഇനി 2 ഭാഗം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. മറച്ചിട്ട് കൊടുത്തിട്ട് ഇനി അതൊന്നും ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പാടില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇതേ റെഡി ആയിട്ടുണ്ട് മീൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കണം ഒരു കൂട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 സവാള ഞാനിവിടെ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. 1 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ എടുത്താൽ മതി, വഴറ്റിയെടുക്കാനുള്ളതല്ലേ. അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി ചെറിയൊരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റി എടുക്കാം. ഞാൻ പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. നേരത്തെ ഒരു കൂട്ട് നമ്മളിവിടെ മാറ്റി വെച്ചിരുന്നു, അരപ്പ് കുറച്ച്. അപ്പോൾ അതും നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതാ പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക.
നമുക്ക് 2 തക്കാളി നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആ തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് അതിൽ കൂടെ നന്നായി ഒന്ന് കുഴഞ്ഞ് വരണം. അത് നന്നായിട്ടൊന്നായി വരണം, ഉടഞ്ഞ് വരണം. ആ സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം നന്നായി ആയി വന്നിട്ടുണ്ട്, വഴണ്ട് വന്നിട്ടുണ്ട് എല്ലാതും. അപ്പോൾ ഇനി നമുക്കൊരു വാഴയില വാട്ടി, അത്യാവശ്യം വലിപ്പമുള്ളൊരു ഇല തന്നെ എടുക്കണം. കാരണം ഇത് അത്യാവശ്യം വലിപ്പമുള്ള മീനായതുകൊണ്ട് കവർ ചെയ്ത് എടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ക്രോസ് ആയിട്ടൊരു ഇലയും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, പൊട്ടിപ്പോവാതിരിക്കാൻ. ഇനിയാണ് നമുക്ക് നമ്മുടെ മഞ്ഞളില, എനിക്ക് 2 ഇലയാണ് കിട്ടിയുള്ളൂ. അപ്പം ഞാനത് 2 ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇലയുടെ മുകളിലേക്ക് നമ്മളിപ്പോൾ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വാഴയിലയാണോ കിട്ടാനുള്ളതെങ്കിൽ അതെടുത്താലും മതി. എനിക്കിപ്പോൾ ഇവിടെ മഞ്ഞളില ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനതെടുത്തു. അപ്പോൾ ഈ മഞ്ഞളിലയുടെ മണം പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ ഒന്ന് നിരത്തി കൊടുത്ത് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മീനൊന്ന് എടുത്ത് വെക്കണം. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കും ആ ബാക്കിയുള്ള കൂട്ടൊക്കെ ഒന്ന് നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറത്തൊക്കെ നന്നായി ഒന്ന് പറ്റിയിരിക്കുന്ന രീതിയിൽ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ഇനി ആദ്യം മഞ്ഞളില കൊണ്ട് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള വാഴയില വെച്ചിട്ട് നമുക്ക് ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാം. പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഒക്കെ ഞാനിവിടെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കെട്ട് പൊട്ടിപ്പോകുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ മതി, ഒരുപാട് എണ്ണ വേണ്ട. ഇതിലേക്ക് ഒന്ന് കിടക്കാനുള്ള ഒരു എണ്ണ മാത്രം മതി. ഇനി അത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ആവിയിലിരുന്നതൊന്ന് വെന്തോളൂല്ലോ. അപ്പോൾ അത് മൂടി വെച്ചതിന് ശേഷം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അതൊന്നും കൂടി ഒന്ന് മറച്ചിട്ടിട്ട് അപ്പുറഭാഗം കൂടി ഒന്ന് ആക്കി കൊടുക്കണം. ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗം കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതെടുത്ത് മാറ്റാം. ഞാനതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അതെന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കുകയും ചെയ്യാം. അവിടെ മഞ്ഞളിൻ്റെ ഇലയാണ് അതിമൊട്ടി പിടിച്ചിരിക്കുന്നത്. നല്ലൊരു സ്മെല്ലാണ് മഞ്ഞളിൻ്റെ ഇലയ്ക്ക്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ മഞ്ഞളിൽ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്തവർ വാഴയില വെച്ച് ട്രൈ ചെയ്യുക. എന്തായാലും ഇതൊരു നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.